ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ്, യാത്രാസ്ഥാനം ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ ഏതുണ്ടാക്കും, തടസ്സങ്ങൾ തന്നെ ഉണ്ടാക്കും. വിവാഹ തടസ്സമൊക്കെ കാണാറുണ്ട്. വിവാഹം കഴിഞ്ഞാലും മറ്റു പല തടസ്സങ്ങളും വരാറുണ്ട്. അതും നമ്മൾ ഗണപതിയെ തന്നെ വിചാരിക്കണം. പിന്നെ കർമ്മത്തിൽ കേതു പലതരത്തിലുള്ള കർമ്മദോഷങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചില കാര്യങ്ങൾ അത് വിദേശഭാവമായി ബന്ധപ്പെട്ട ഭാഗ്യവും തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ദോഷം പറയാൻ കഴിയില്ല, കമ്പയറബിളി. എന്നാലും അവിടെയും ഗണപതിയെ നന്നായിട്ട് വിചാരിക്കണം. പിന്നെ ചില പ്രത്യങ്കിരാദേവിയുടെ ഉപാസന, അതേമാതിരി കാളിയുടെ ഉപാസന, ഇതൊക്കെ പലരും അത് മറ്റ് ഗ്രഹങ്ങളുടെ ശക്തി കൂടി നോക്കിയിട്ട് അത് നിഷ്കർഷിക്കാറുണ്ട്. രാഹുവിന് സ്വതവേ സർപ്പങ്ങളെ ആരാധിക്കൽ മാത്രമാണ് പരിഹാരമുള്ളത്. ഇപ്പോൾ രാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ പൂർവജന്മങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാഹു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതായത് നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മദോഷങ്ങൾ അതിൽ ഉൾപ്പെടും. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? പൂർവ്വജന്മം ശരിക്കും 5-ാം ഭാവം 9-ാം ഭാവം ചിന്തിക്കണം. 5-ാം ഭാവം എടുക്കുമ്പോൾ 5-ാം ഭാവത്തിൻ്റെ അധിപൻ അങ്ങനെയൊക്കെ ഉള്ളത്, അത് കുറേ നമ്മളെ ദോഷങ്ങൾ, എന്തൊക്കെ ദോഷങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിന് മനസ്സിലാക്കാൻ കഴിയും. ഇത് സ്വതവേ അനുഭവിപ്പിക്കുന്നത് രാഹുവാണ്. കാരണം രാഹുവിൻ്റെ 18 കൊല്ലം അതിനാണ് കൊടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊന്നും ആ രാഹുവിൻ്റെ ദശയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ കഴിഞ്ഞാലും രാഹു ദശയിൽ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തിരിച്ചടികളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ രാഹുവിൻ്റെ പൂജയും അതേപോലെ അത് മനസ്സിലാക്കിയിട്ട് സർപ്പത്തിന് വേണ്ട കാര്യങ്ങൾ, 5-ാം ഭാവത്തിൽ സർപ്പം വരണത് കഴിഞ്ഞ ജന്മത്തിലുള്ള സന്താന ദോഷങ്ങൾക്ക് കാരണമായിട്ട് വന്നതാണ്. അപ്പോൾ സന്താന ഭാഗ്യത്തിനായിട്ട് സർപ്പത്തിനെ ആരാധിക്കണം. അത് ഒരു തവണ ചെയ്താൽ തന്നെ ധാരാളമാണ് അവിടെ സന്താനം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്കുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.